കഠിനാധ്വാനിയായിട്ടുള്ള ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃഷി രീതിയും ജീവിത രീതിയും എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. പിന്നീട് ഓരോ ദിവസം കഴിയുന്തോറും അദ്ദേഹത്തിലേക്ക് ദൈവവിശ്വാസം ഏറി വന്നു. അദ്ദേഹം കടുത്ത ഒരു ദൈവവിശ്വാസിയായി. കൃഷി ക്രമേണ കുറഞ്ഞു വന്നു. കാരണം വായന കൂടിക്കൂടി വന്നു. വായന കൂടുന്നതിനനുസരിച്ച് പ്രാർത്ഥന കൂടിക്കൂടി വന്നു. പ്രാർത്ഥന കൂടിക്കൂടി വന്നതിനനുസരിച്ച് വായന കുറഞ്ഞു വന്നു. പ്രാർത്ഥനയ്ക്ക് തടസ്സമാകുമെന്ന് പറഞ്ഞ് മക്കളെ ശകാരിക്കാൻ തുടങ്ങി, ഭാര്യയെ ശകാരിക്കാൻ തുടങ്ങി. ഒടുവിൽ മക്കളെയും ഭാര്യയെയും അയാൾ ഇറക്കി വിട്ടു. കാരണം എൻ്റെ യഥാർത്ഥ ഭക്തിക്ക് മുന്നിൽ ഒരു നാൾ സാക്ഷാൽ ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന് തന്നെ അയാൾ വിചാരിച്ചു. അയാൾ അതിനുവേണ്ടി കഠിന വ്രതങ്ങൾ നോറ്റു. ഒടുവിൽ വയ്യാത്ത അമ്മയെ വരെ അയാൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഊണും ഉറക്കവുമില്ലാതെ സർവ്വനേരവും പ്രാർത്ഥന. താടിയും മുടിയും വളർന്നു വിരൂപനായി. പക്ഷേ അദ്ദേഹം തൻ്റെ ആ പ്രാർത്ഥനയിൽ നിന്നും അണുവിട മാറിയില്ല. ഒരു നാൾ തൻ്റെ മുന്നിൽ താൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന് തന്നെ അയാൾ ഉറച്ച് വിശ്വസിച്ചു. ഒരു ദിവസം രാത്രിയിൽ ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും അനുഭവപ്പെട്ടു. മരങ്ങൾ അദ്ദേഹത്തിൻ്റെ വീടിനെ തകർത്തുകൊണ്ട് ആ വീടിൻ്റെ മുകളിലേക്ക് പതിച്ചു. അയാളുടെ ദേഹത്ത് മുറിവ് വരെ പറ്റി. അദ്ദേഹം ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു ദൈവത്തെ വിളിച്ചു. ദൈവമേ, ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഭയമാകുന്നു, അങ്ങ് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയില്ലേ? കരഞ്ഞ പ്രാർത്ഥന തുടർന്നു. ഇത്രയും കഠിനമായിട്ടാണ് ഞാൻ വ്രതം നോറ്റത്. അപ്പോൾ ആ ദൈവം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. പെട്ടെന്നാരോ ഡോറിൽ മുട്ടുന്നതായിട്ട് അയാൾക്ക് തോന്നി. അയാളൊന്ന് ഭയന്നു. പൊട്ടിയ ജനലുകൾക്കിടയിലൂടെ അയാൾ പുറത്തേക്ക് നോക്കി. ശക്തമായ മിന്നലിൻ്റെ വെളിച്ചത്തിൽ പുറത്തു നിൽക്കുന്ന ആ രൂപം അയാൾ കണ്ടു. താൻ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ച അതേ ആ ദൈവത്തിൻ്റെ രൂപം, അതിനേക്കാൾ തേജസ്വിയായി അതാ പുറത്തു വന്ന് നിൽക്കുന്നു. താൻ ആർക്കു വേണ്ടിയാണോ തൻ്റെ കുടുംബത്തെയും മക്കളെയും അമ്മയെയും എല്ലാം ഉപേക്ഷിച്ചത്, തൻ്റെ തൊഴിൽ ഉപേക്ഷിച്ചത്, തൻ്റെ സർവ്വജീവിതവും ഉപേക്ഷിച്ചത്, ആ താൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന വ്യക്തി അതിനേക്കാൾ തേജസ്വിയായി പുറത്തു വന്ന് നിൽക്കുന്നു. തൻ്റെ ദൈവം. അയാൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ആ ദൈവത്തിൻ്റെ മുന്നിലേക്ക് അയാൾ ഓടിയെത്തിയോ? നിങ്ങൾ എന്താ വിചാരിച്ചത്? ആ സമയം അയാൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾക്കറിയോ? അയാൾ പിന്നെ ദൈവത്തെ വിളിച്ചില്ല. അയാൾ പിന്നെ ഒരിക്കലും ദൈവത്തെ വിളിച്ചില്ല. ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയില്ല. അയാൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക്. അത്രയേ ഉള്ളൂ ദൈവവിശ്വാസം.